സുധി തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി നിരഞ്ജനയ്ക്ക് സംശയം. സുധിയുടെ മനസ്സറിയാൻ ഫൈസി ശ്രമിക്കുന്നു. ഫൈസൽ മുഹമ്മദിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. നാട്ടുകാരുടെ മുമ്പിൽ ഇതൊക്കെ വേണം. വിവാഹ സാരിയും 25 പവന്റെ ആഭരണങ്ങളുമായി രാജപ്പൻ വീട്ടിലെത്തുന്നു. അതാണടി ഒരു ഗമ. ആഭരണങ്ങളെല്ലാം മുക്കുപണ്ടമാണെന്ന് അർച്ചനയോട് പറയുന്ന അമ്പിളി. കാഴ്ചയിൽ ഇത് സ്വർണം തന്നെ, പക്ഷെ ഇത് സ്വർണം അല്ല. ഇത് സ്വർണ്ണമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് സ്വർണ്ണമാണെങ്കിൽ ഒരിക്കലും ഇത് ഈ മുറി കൊണ്ടുവെക്കാൻ അച്ഛൻ പറയില്ല. രേവതി ചേച്ചി അതിന് കൂട്ടി നിക്കത്തുമില്ല. അച്ചുവേച്ചി ഏത് നിമിഷവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭയന്ന ഇവിടെ ഉള്ളൊരു കഴിയുന്നത്. അപ്പോഴാ 25 പവന്റെ സ്വർണ്ണം ഇവിടെ കൊണ്ടുവെക്കുന്നത്. അച്ചുവേച്ചിക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് കടന്നു കളയെന്ന് വിശ്വസിക്കുന്നവളാ രേവതി ചേച്ചി. ഇപ്പൊ ഞാനിത് സ്വർണ്ണം അല്ലെന്ന് പറയാനുള്ള കാരണം അച്ചുവേച്ചിക്ക് മനസ്സിലായോ? മോള് പറയുന്നതിലും കാര്യമുണ്ട്. പിന്നെ വീടും പറമ്പും പണയപ്പെടുത്തി അച്ഛൻ സ്വർണം വാങ്ങാൻ പോവല്ലേ? പച്ചക്കള്ളോ? ആ SP ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛൻ അത് കീശയെ താഴ്ത്തിയിട്ടുണ്ടാവും. നല്ലൊരു വീട്ടിലേക്കാണെങ്കിൽ അച്ചുവേച്ചിയെ ഈ മുക്കുവണ്ട ഇട്ട് കെട്ടിച്ചുവിടാൻ അച്ഛൻ ധൈര്യപ്പെടൂ. അതിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ വലിയൊരു ചതിയ നടക്കാൻ പോകുന്നെന്ന്. 25 പവന്റെ സ്വർണം ഇത് അച്ഛൻ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കട്ടെ. മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വേണ്ട മോളെ, ഇതിവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. സ്വർണത്തിന്റെ കാര്യത്തില് നീ ഒരു സംശയവും പ്രകടിപ്പിക്കരുത്. നീ എനിക്ക് അല്പ സമയം താ. എന്തിനാ എപ്പോഴും അച്ചുവെച്ച് സമയം ചോദിക്കുന്നത്? ഞാൻ പറയാം മോളെ. ഇനി എത്ര ദിവസം ഉണ്ടല്ലേ? 2 ദിവസം കഴിഞ്ഞ 3-ാം നാൾ നിന്റെ കല്യാണം. നീ എന്താ ആലോചിക്കുന്നേ? എന്റെ മനസ്സിൽ ആ ദിവസം തൊഴുകയോടെ അവള് കരഞ്ഞു പറഞ്ഞതാ. അവള് കൈവിട്ടു പോകുന്നുള്ള പേടിയായിരുന്നു എന്റെ മനസ്സിൽ. സത്യത്തിൽ അവളെ ഞാൻ കീഴടക്കുകയായിരുന്നില്ല, അവളുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങിയതാ. അവൾക്കൊപ്പം ടെസ്റ്റിന് പോകാനിരുന്ന കൂട്ടുകാരി അവസാന നിമിഷം പിന്മാറിയതാ. വിവരമറിഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. അതും യാത്ര ട്രെയിനിലാണെന്ന് ഉറപ്പ് കൊടുത്തിട്ട്. ഒരുപാട് പെട്ട് ഒന്നിച്ചൊരു ജീവിതത്തെപ്പറ്റി ഞാൻ അവളോട് സംസാരിച്ചു. അവൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. സാഹചര്യം ഒത്തുവന്നപ്പോ എന്തൊരു മഹാപരാധം ഞാൻ ചെയ്തത്. നിങ്ങളാരും കരുതുന്ന പോലെ ഒരു പെണ്ണല്ല അർച്ചന. അവളെപ്പോലൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ എത്ര ജന്മം എടുത്താലും എനിക്ക് കഴിയില്ല. എന്റെ സന്തോഷവും സൗഭാഗ്യവും തട്ടിയുടച്ചിട്ട് എന്ത് നേട്ടം അച്ഛനുണ്ടാവാൻ പോകുന്നത്? തിരിച്ചെത്തിയ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എനിക്കറിയാമായിരുന്നു. അത് മനസ്സിലാക്കിയ ദൈവത്തെ സാക്ഷി നിർത്തി ഒരു താലിച്ചരട് ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിയത്. കണ്ണും കാതുമില്ലാത്ത ദൈവം അത് കണ്ടില്ല. ആ താലിച്ചരടിന് അവളും ഒരു വിലയും കൽപ്പിച്ചില്ല. തോറ്റു, സുധി തോറ്റുപോയടാ. എന്താടാ ഇത്? ആളുകൾ ശ്രദ്ധിക്കും. അവൾ ഒഴിഞ്ഞു മാറിയതാ. എനിക്കത് നന്നായിട്ടറിയാം. സ്വന്തം സുഖം നോക്കി പോകാൻ അവൾക്കാവില്ല. അങ്ങനെയുണ്ടടാ ശബരി ചില പെൺകുട്ടികൾ. ഭാഗ്യം ചെയ്യണം അവർക്കൊപ്പം ജീവിക്കാൻ. അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് ആ പാവം കുടുംബത്തിൽ അച്ഛൻ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. അവൾ ഓർത്തത് താഴെയുള്ള 2 പെൺകുട്ടികളുടെ ഭാവിയെ. മനസ്സുകൊണ്ട് അവളെന്നെ ചതിച്ചെന്ന് പറയാൻ എനിക്ക് കഴിയില്ലടാ. ഒഴിഞ്ഞു തന്നില്ലേ അവൾ സുധിയുടെ ജീവിതത്തിൽ നിന്ന്. കരളൊരുക്കി ആ പാവം എവിടെയെങ്കിലും കഴിയുന്നുണ്ടാവും. ഞാൻ എങ്ങനെ സഹിക്കൂടാ? സുധി, കരയരുത്. മോശമാ. എനിക്ക് മറക്കാൻ കഴിയില്ലടാ അവളെ. ഒരു ജന്മത്തിലും സുധിക്ക് അർച്ചനെ മറക്കാൻ കഴിയില്ല. നിന്റെ വേദന എനിക്കറിയാം. പക്ഷേ നമുക്കൊന്നിന് കഴിയാതെ പോയടാ. ജീവിതം ഇങ്ങനെയൊക്കെയാ.
മോഹിക്കുന്ന ഒന്ന് കിട്ടുന്നത് മറ്റൊന്ന്. 2 ദിവസം കഴിഞ്ഞ് ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് വരികയാ. തികച്ചും നിരപരാധിയായ അവൾ. നീ അവളെ വേദനിപ്പിക്കരുത്. ഞാനെന്തിനാ അവളെ വേദനിപ്പിക്കണം? അവൾ എന്താണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായത്. ആ ചിന്ത നിനക്കെപ്പോഴും വേണം. പുതിയൊരു വിവാഹത്തിന് തയ്യാറായത് പിന്നെ എന്തുകൊണ്ടാ? നിരഞ്ജനെ എനിക്ക് വേണമെന്ന് തോന്നി. ഒരു ഭാര്യയായി കൂടെ തന്നെ ഞാൻ അവളെ നിർത്തും. എന്റെ അച്ഛന്റെ മനസ്സ് പൊള്ളിക്കാൻ. നീ എന്തൊക്കെയാടായി പറയുന്നത്? മതിയാക്ക്, നമുക്കിറങ്ങാം. ഇനി നീ പലതും പറയും. പറയുകയല്ല, ഇനി ചെയ്തു കാണിക്കുക സുധി. സുധി ആത്മാർത്ഥമായിട്ടാണ് ഈ ബന്ധത്തെ കാണുന്നതെന്ന് ഫൈസിക്ക് ഉറപ്പാണോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ചും ഞാനൊരു അന്വേഷണം നടത്തി. SI മനോഹര സാറിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് അവർ താമസിച്ചിരുന്ന വാടക വീട്ടിലും പോയി. ഇപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് അവരെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. അവരെങ്ങോട്ടാ പോയെന്ന് വല്ല വിവരമുണ്ടോ? അവളുടെ അച്ഛനൊരു ലോറി ഡ്രൈവറാ. ലോറി താവളത്തിൽ ഞാൻ പോയിരുന്നു. അവര് തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ ഫൈസി അവളുടെ പേര്? അർച്ചന. മറ്റൊരു വിവരം കൂടി ഞാൻ അറിഞ്ഞു. അർച്ചനയുടെ കല്യാണം കഴിഞ്ഞു എന്ന്. ഒരു ലോറിക്കാരനാണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്ന. അവളിപ്പോ കോയമ്പത്തൂരാ. അപ്പോ ഇവിടുന്ന് പോയിട്ട് അർച്ചന സുധിയെ വിളിച്ചിട്ടില്ലെന്ന് വേണ്ടേ കരുതാൻ? അതിന്ന് മനസ്സിലാക്കേണ്ടത് അവൾ സുധിയുമായുള്ള റിലേഷൻ അവസാനിപ്പിച്ചെന്നല്ലേ? ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അവളുടെ വിവാഹം കഴിഞ്ഞ നിലയ്ക്ക് ഇനി എനിക്കൊന്നും പറയാനില്ല. ഇനി വിവാഹത്തെ ഫേസ് ചെയ്യുക, അത് മാത്രമേ നിരഞ്ജനയുടെ മുന്നിലുള്ളൂ. വീട്ടുകാരോടുള്ള പക സുധിയുടെ മനസ്സിൽ ഉണ്ടെന്ന് തന്നെ കരുതണം. അങ്ങനെ ഒരു മുൻവിധി ഉണ്ടെങ്കിൽ വരാൻ പോകുന്ന എന്തിനെ നേരിടാനാവും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഫൈസി. ഇതൊന്നും നിരഞ്ജന അറിഞ്ഞിട്ടില്ല എന്ന് വേണം ഭാവിക്കാൻ. ഇനി അഥവാ സുധി പറഞ്ഞാൽ തമാശ പോലെ കേട്ട് കളയണം. അങ്ങനെ ഒരു മനസ്സുമായിട്ട് വേണം സുധിയുടെ വീട്ടിലേക്ക് പോകാൻ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വൈകിട്ട് എനിക്ക് മടങ്ങിപ്പോണം. ശനിയാഴ്ച കാണാം. ഇനി നീ സന്തോഷമായിട്ടിരിക്കും. നാളെ കാണാം. ശരി. ഞങ്ങൾ പോയെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. പാവം റൂമിൽ ചെന്നിരുന്ന് കരയുന്നുണ്ടാവും. ചെല്ലട്ടെ. അയാളെ വിശ്വസിച്ച് 15 ലക്ഷം രൂപ എടുത്തു കൊടുത്തോ? പിന്നെ കൊടുക്കാതെ. ആ വാക്കിന്റെ പേരിലല്ലേ രാജപ്പൻ ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചത്. ഇതുകൂടെ ആയപ്പോ 35 ലക്ഷം രൂപയാ അളിയന് ചെലവായത്. മോന്റെ ഒരു ചുറ്റിക്കളിക്ക് കൊടുക്കേണ്ടി വന്ന വില. അതിനെന്താ, നഷ്ടക്കച്ചവടം ഒന്നല്ലല്ലോ. നിരഞ്ജനയുടെ സ്വത്ത് മാത്രം വിറ്റ് ബാങ്കിലിട്ടാ അതിനേക്കാൾ പലിശ മാസം കിട്ടും. പക്ഷേ മകൻ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടില്ല. അത് നീയാണോ നിശ്ചയിക്കുന്നത്? ജീവിക്കാൻ പോകുന്നത് സുധി നിരഞ്ജനെ. നീ ആഗ്രഹിക്കുന്നതല്ലെന്ന് എനിക്കറിയാം. ദേ ഏട്ടാ, എന്നെ ഒരു അസൂയക്കാരിയായി കാണരുത് കേട്ടോ. സുധിയിൽ നിന്നൊരു പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം കണ്ട് പറഞ്ഞു പോയതാ. ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എന്താ നേടാൻ പോകുന്നത്? നീ കണ്ടോ അവരെങ്ങനെ ജീവിക്കുന്നതെന്ന്? അവന്റെ മനസ്സിൽ ഇപ്പോഴും അർച്ചനയുണ്ട്. ഇന്ന് മനസ്സ് തുറന്ന് ചിലതൊക്കെ എന്നോട് പറഞ്ഞു. എത്ര ജന്മം കഴിഞ്ഞാലും അവന്റെ മനസ്സിൽ നിന്ന് അർച്ചന മാഞ്ഞു പോകില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് പുതിയൊരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുമ്പോ അതും ഓർത്തിരിക്കാനല്ലേ സമയം. ഇതൊരു എരിഞ്ഞ കത്തല. ഉള്ളിലുള്ളതൊക്കെ കത്തിത്തീരുക തന്നെ വേണം. അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന സത്യം സുധി അറിഞ്ഞാൽ പിന്നെ നമ്മളാരും അവന്റെ മുന്നിൽ ഉണ്ടാവില്ല. ഇത്രയും കാലം അവന്റെ കൺവട്ടത്ത് നിന്ന് അവളെ ഒളിപ്പിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ ഇനി 2 ദിവസം കൂടി നമുക്കതിന് സാധിക്കും. വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സുധി നിരഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും. 3-ാം നാൾ അവൾ മറ്റൊരുത്തിൻ്റെ ഒപ്പം പോകും. അതോടെ തീരും ഇപ്പോഴത്തെ ഈ വീർപ്പുമുട്ടലുകളൊക്കെ.
ഹലോ. സോറി, ഡിസ്റ്റർബൻസ് ആയോ? അതെന്താ നിരഞ്ജന അങ്ങനെ ചോദിക്കാൻ? നമുക്കറിയില്ലല്ലോ, ഓരോരുത്തരുടെ ഓരോ സമയത്തെ മൂഡ്. നിരഞ്ജന നേരത്തെ വിളിച്ചപ്പോൾ കുറച്ച് ബിസിയായിരുന്നു. സുധി ബാങ്കിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയായിരുന്നു. ഇനി അതിനെപ്പറ്റിയൊരു സംസാരം വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ കുഴിവെട്ടി മൂടണമെന്നൊരു ചൊല്ലുണ്ടല്ലോ. ഒന്ന് കാണാൻ ആഗ്രഹിച്ച കാര്യം സുധി ചോദിച്ചില്ല. എന്താ നിരഞ്ജന? ഫ്രീ ആണെങ്കിൽ നാളെ കാണാം. ഇനി അത് വേണ്ട സുധി. ഇപ്പൊ ഒന്ന് ഫോൺ എടുക്കാൻ തോന്നിയല്ലോ, അത് തന്നെ സന്തോഷം. എനിക്കോരോ ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം സുധിക്ക് അറിയാലോ. അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ആർക്കൊരു ബാധ്യതയാകരുതെന്ന് കരുതിയ ഇത്രയും കാലവും ജീവിച്ചത്. ഇനിയുള്ള ജീവിതവും അങ്ങനെയാവും. എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? എന്നെ സ്വീകരിക്കാൻ സുധി തീരുമാനം എടുത്തപ്പോൾ മുതലുള്ള ടെൻഷനാ. സുധിയുടെ മനസ്സറിയാൻ എനിക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്നോട് സുധിക്കുള്ളത് ഇഷ്ടമാണോ, അനുകമ്പയാണോ, സഹതാപമാണോ എന്നൊന്നും. ഇതിലേതായാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കുക. ഒടുവിൽ ഒറ്റപ്പെടുത്തരുതെന്ന് മാത്രം. അതൊരു അപേക്ഷയാ. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ നമ്മള്? എന്നിട്ടും എന്തിനെങ്ങനെ സംസാരിക്കുന്നത്? സോറി, നമുക്കത് വിടാം. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. എനിക്ക് നാളെ ഒരു കേസുണ്ട്, കുറച്ച് പ്രിപ്പയർ ചെയ്യാനും ഉണ്ട്. മനസ്സൊന്നിലും നിൽക്കാതെ വന്നു, അതാ ഒന്ന് വിളിച്ചേ. ഇപ്പം മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. ഓക്കെ എന്നാ. ഗുഡ് നൈറ്റ്. ഹായ്, എന്തു പറ്റി എന്നെ ഒന്ന് വിളിക്കാൻ? വീട്ടിലാരുമില്ലേ? വീട്ടിലെല്ലാവരും ഉണ്ട്. സജി എവിടാ? ഞാനും വീട്ടിലാ. ഒരു പടത്തിന് പോകാന്ന് വെച്ചിട്ട് നടന്നില്ല. ഞാൻ വിളിക്കാതെ എന്നെ വിളിക്കല്ലേ. ഞാൻ ഇതുവരെയെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുവാ. ഞാൻ എന്തോ വലിയ പാപം ചെയ്ത പോലെ. ഇനി അങ്ങനെ എന്തൊക്കെ പാപം ചെയ്യാൻ കിടക്കുന്നടേ. സജി എന്താ ഒന്നും മിണ്ടാത്തെ? രേവതി ഒരു പാപവും ചെയ്തിട്ടില്ല. വെറുതെ ടെൻഷൻ അടിക്കാതെ സുഖമുള്ള കാര്യങ്ങൾ സംസാരിക്കണം. മോതിരം ഇഷ്ടപ്പെട്ടോ? ഒരു പവന് ഇത്തിരി കുറവേ ഉള്ളൂ. ഞാനത് പുറത്തെടുത്തിട്ട് പോലുമില്ല. വീട്ടിലിട്ടോണ്ട് നടക്കാൻ പറ്റില്ല എന്നറിയാലോ. അതാ ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ അച്ഛൻ ഇന്ന് എന്റെ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അതിന് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ. അത് ബുധനാഴ്ച കഴിയുമല്ലോ. പിന്നെ 1 മാസത്തിനുള്ളിൽ എന്റെ കല്യാണം നടത്താൻ അച്ഛന്റെ തീരുമാനം. അപ്പോഴേക്കും സജിയുടെ അച്ഛൻ വരില്ലേ? വരും. അർച്ചനയുടെ വിവാഹത്തിന് സ്വർണ്ണം എടുത്തപ്പോ 25 പവന്റെ ആഭരണം അച്ഛൻ എനിക്ക് വാങ്ങി തന്നു. കോളടിച്ചല്ലോ. അത്രയും പോരാ, കല്യാണം എടുക്കുമ്പോ 25 പവൻ കൂടി അച്ഛനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കും. എനിക്ക് നിന്റെ സ്ത്രീധനൊന്നും വേണ്ട, നിന്നെ മാത്രം കിട്ടിയാ മതി. അയ്യോ, അമ്മ വിളിക്കുന്നു. ഞാൻ പിന്നെ രാത്രി വിളിക്കാം. വിളിക്കണേ. ഇപ്പൊ അതങ്ങേ കയ്യിൽ വെച്ചാ മതി. മോളെ, ഈ ചായ അർച്ചനയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വാ. എന്നിട്ട് വന്നു എല്ലാം കഴിച്ചിട്ട് പോകാൻ നോക്ക്. അച്ചുവേച്ചി, എനിക്ക് അച്ചുവേച്ചി. ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? എനിക്ക് മനസ്സിലായി. എപ്പോഴും ഞാൻ ഉണരുമ്പോ ചേച്ചി എണീറ്റിരിക്കുക. ദേ, ഈ ചായ കുടിച്ച് എനിക്ക് ഇറങ്ങാൻ നേരമായി. എനിക്ക് വേണ്ട മോളെ. ഒന്നും കഴിക്കാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ആരെയും തോപ്പിക്കാനും പറ്റില്ല. നോക്കിയേ, ഇന്ന് വെള്ളിയാഴ്ച. നാളെ മറ്റന്നാളും എനിക്ക് ക്ലാസ് ഇല്ല. ചേച്ചി സുധി സാറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞതാ. ഞാൻ വിളിച്ച് വിവരം പറയാം.
ഇനി നീട്ടിക്കൊണ്ടു പോകുന്ന ആപത്താ ചേച്ചി. ഇനി തിങ്കളാഴ്ച കൂടി എനിക്ക് പഠിക്കാൻ പോവാൻ പറ്റും. ചൊവ്വാഴ്ച കല്യാണ തലേന്നാ. കുറച്ച് സമയം തരാൻ പറഞ്ഞിട്ട് ചേച്ചിക്ക് ഇനിയൊരു തീരുമാനം എടുക്കാറായില്ലേ? മോളെ, എന്താ അച്ചു ചേച്ചി? അത് എനിക്കൊരു സംശയമുണ്ട് മോളെ. സംശയോ? എന്ത് സംശയം? ഒന്ന് പറ ചേച്ചി. ഞാൻ പ്രഗ്നന്റ് ആണോന്ന്. അച്ചുവേച്ചി, അച്ചുവേച്ചി എന്താ പറഞ്ഞ? പ്രഗ്നന്റ് ആണെന്നോ? പറഞ്ഞത് എന്താന്ന് വല്ല ബോധമുണ്ടോ? ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണോ? ഞാനെന്റെ സംശയം മോളെ പറഞ്ഞത്. അപ്പോ സുധി സാറാണോ? ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇപ്പൊ വരാൻ ചേച്ചി. ചേച്ചി, ഇത് പിടിക്ക്. എടാ ആംബ്രോസേ, നീ പോകുന്ന വഴി ഈ ബ്ലൗസിന് തുണി രാധയുടെ കടയിലൊന്ന് കൊടുത്തേര്. അർച്ചന പെണ്ണിന്റെയാ. അളവ് ബ്ലൗസ് ഒന്നും കിട്ടിയില്ല. അളവ് ബ്ലൗസിൽ അതെങ്ങനെ ചേച്ചി ബ്ലൗസ് തയ്ക്കുന്നത്? എനിക്കിനി അളവ് ചോദിച്ച അഹങ്കാരിയുടെ മുന്നോട്ട് പോകാൻ വയ്യ. അവളുടെ അഹങ്കാരമൊക്കെ തീരാൻ പോവല്ലേ ചേച്ചി? ഒരു സഹതാപം എനിക്ക് ആ പെണ്ണിനോടുണ്ടായിരുന്നു, അത് പോയി കിട്ടി. ഒരളവ് പറഞ്ഞു കൊടുക്കാതെ എങ്ങനെ ബ്ലൗസ് അടിക്കുന്നത്? നീ കൊണ്ട് കൊടുക്ക. രാധയെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. കുറച്ച് പരുവക്കേട് വന്നാലും കുഴപ്പമൊന്നുമില്ല. അവള് സിനിമയിലോട്ട് അഭിനയിക്കാനൊന്നുമല്ലല്ലോ പോകുന്നത്. ആ നീ പോ. എന്താടി കാർത്തേനി, പെണ്ണ് രായപ്പന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവൾ എവിടെ പോവാനാ രാഘവ? ഇപ്പൊ എങ്ങനെയാ? അവൾ ഒതുങ്ങിയോടി? രായപ്പ ചേട്ടനല്ലേ ആള്, അടിച്ചൊതുക്കിയില്ലേ? അവൾ ഒതുങ്ങുന്ന ഒതുങ്ങാത്തൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ബുധനാഴ്ച വരെ പെണ്ണ് വീട്ടിലുണ്ടാവണം. ഫോട്ടോ കാണിച്ചേ കാശ് ഉറപ്പിച്ചിട്ടിരിക്കുക. ബ്ലൗസിന്റെ അളവ് വാങ്ങാൻ കഴിഞ്ഞ ദിവസം ഞാൻ അവളെ കാണാൻ പോയതാ. അവളെ കുറിച്ച് പേടിക്കാനൊന്നുമില്ല. ബ്ലൗസിന്റെ അളവ് എന്തിനാടി? പെണ്ണിന് ഡ്രസ് എടുക്കണ്ടേ? ഓ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ലല്ലോ. മന്ത്രകോടി വാങ്ങണം. കുറഞ്ഞത് സാരിക്ക് 7000 രൂപയെങ്കിലും വേണ്ടി വരും. പിന്നെ ബ്ലൗസ്, വീട്ടിൽ വന്നു കൊടുക്കാൻ വേറെ സാരി. ഏത് വീട്? അത് നീ വിട്ടേക്ക്. ഹോട്ടലിലോട്ടാ ഞാനവിടെ കൊണ്ടുപോകുന്നത്. ഉടുത്തുകൊണ്ട് വരുന്നതൊക്കെ തന്നെ ധാരാളം. പിന്നെ സാരി, അത് നീ ഒരെണ്ണം വാങ്ങിച്ചോ. അത് ഞാൻ വാങ്ങിക്കോളാം. തിരക്കിനിടയിൽ മറന്നുപോകാതെ കാശിങ്ങി തന്നാ മതി. എടി, 1 ലക്ഷം രൂപ വാങ്ങുമ്പോഴാണടി എച്ച് കണക്ക് പറയുന്നത്. തിങ്കളാഴ്ച ഞാനങ്ങോട്ട് വരുന്നുണ്ട്. രായപ്പനെ ഒന്ന് കാണണം. നിന്റെ എച്ചി കാശും തന്നേക്കാം. ആ ശരി, നീ വെച്ചോ. കാർത്തിയാനി എന്ത് ചെയ്താലും അതിനൊരു ലാഭം കിട്ടണം. 700 രൂപയുടെ സാരിക്ക് 7000 രൂപ. അച്ഛന്റെ കൂടെ കല്യാണം വിളിക്കാൻ അമ്മ പോകുന്നില്ലേ? ഓ, എനിക്കിവിടെ ആരെയും പരിചയമില്ല. വീട് വിട്ട് പോയിട്ട് വേണ്ടേ ആളുകളെ കാണാനും പരിചയപ്പെടാനും. ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ നേരം കിട്ടുമ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞോളാം. ഒരു ദിവസം കൊണ്ട് ക്ഷണിച്ചു തരാൻ സമയം കിട്ടുമോ അച്ഛാ? തീർന്നില്ലേ നാളെയും കൂടെ ഇറങ്ങി പറയാം. അതിനുള്ള വീടല്ലേ ഇവിടെ ഉള്ളൂ. കുറച്ച് വിട്ടുപോയാലും സംഭവിക്കാനൊന്നുമില്ല. ആ, ഇത് അവൾക്ക് കൊടുത്തേക്ക്. ആ, നിനക്ക് കാണണ്ടേടി? ഓ, എനിക്ക് കാണണ്ട. ഈ വീട്ടിലൊരു കല്യാണക്കുറി കാണുന്നെങ്കിൽ അത് എന്റേതായിട്ട് മതി. ഇങ്ങനെയും കുശുമ്പുണ്ടോ? എങ്ങനെ ഉണ്ടാവാതിരിക്കും? 25 പവനാ അവൾക്ക് വേണ്ടി അച്ഛൻ വാങ്ങി വെച്ചിരിക്കുന്നത്. താങ്ങിയും തൂങ്ങി നിൽക്കാതെ കഴിച്ചിട്ട് പോവണേ, അല്ലെ ജീപ്പ് അങ്ങ് പോവും. നീ എന്തിനാ എന്നെ വിളിച്ച? തിരിച്ചു വരുമ്പോ നീ എനിക്ക് കുറച്ച് നൂല് വാങ്ങിക്കൊണ്ട് വരണം. ഏത് കളറിന്റെ നൂല? നൂല് മാത്രം പോരാ. എങ്കിൽ നീ അതൊന്ന് എഴുതിത്താ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോവും. അച്ചുവേച്ചി, ഇതിനായിരുന്നല്ലേ കുറച്ചു ദിവസത്തെ സമയം കൂടി വേണമെന്ന് പറഞ്ഞത്? എന്താ എന്റെ അച്ചുവേച്ചിക്ക് സംഭവിച്ചത്?
ഇങ്ങനൊന്നുമല്ല ഞാൻ അച്ചുവേച്ചിയെ കുറിച്ച് കരുതിയത്. ഞാനൊരു തെറ്റും ചെയ്തതല്ല മോളെ. കരഞ്ഞു തൊഴുത ഞാൻ സുധിയോട് യാചിച്ചത്. സുധി അതൊന്നും ചെവിക്കൊണ്ടില്ല. അത്രയ്ക്ക് വൃത്തിയിട്ടായിരുന്നു സുധി സാറ്. സുധി അന്ന് മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇങ്ങനൊക്കെ സംഭവിക്കെങ്കിൽ ഞാൻ സുധി സാറിനെ വിളിക്കില്ലായിരുന്നു. അത് മോളെ എന്നെ നഷ്ടമാവുമെന്ന് കരുതിയ സുധി അന്നങ്ങനെ. എനിക്ക് സുധിയെ ഇഷ്ടമാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് തൊടാൻ പോലും സുധി തയ്യാറാവില്ലായിരുന്നു. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി സുധി. ഒടുവില് ഇപ്പൊ തിരുത്താനാവാത്ത തെറ്റായി മാറി. ഇനി ഞാൻ എന്ത് ചെയ്യും മോളെ? ചേച്ചിക്ക് ഇപ്പൊ ഒരു സംശയം മാത്രല്ലേ ഉള്ളൂ. സംശയമൊന്നുമല്ല മോളെ. കുറച്ച് ദിവസങ്ങളായി ഞാനത് മനസ്സിലാക്കുന്നു. എങ്കിനി ചിന്തിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള കാർഡ് വാങ്ങിക്കൊണ്ട് വരാം. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കുട്ടിയായ നീ അതെങ്ങനെ വാങ്ങും? അവിടെ നിൽക്കുന്നവരെന്ത് കരുതും? ഇനി നാണക്കേടും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഞാൻ തെന്മലയിൽ പോയി വാങ്ങാം. സ്ത്രീകൾ നിൽക്കുന്ന ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ കയറി വാങ്ങിയാൽ മതിയല്ലോ. പ്രിസ്ക്രിപ്ഷൻ പോലെ എഴുതി കൊടുത്തിട്ട് ഒരു ചേച്ചി തന്നെന്ന് പറഞ്ഞാ പോരെ. സത്യം അറിയണോ ചേച്ചി നമുക്ക്? എന്ത് സത്യം അറിയണോന്നാ ചോദിച്ചു കേട്ടില്ലേ? പറയടേ, അറിയാൻ എന്ത് സത്യം ഉള്ളത്? പറഞ്ഞിട്ട് നീ പോയാ മതി.